ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഫിഷിംഗ് റീലും റോഡുമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഞാൻ അലി എക്സ്പ്രസ് നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ റോഡ് ഏകദേശം 3 മീറ്ററും 30 സെൻറ്റി അധികമുണ്ട് റോഡാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ആദ്യം നമുക്ക് റോഡ് തന്നെ നോക്കാം. റോഡ് എങ്ങനെ വരുന്ന നോക്കാം. ചൈനൻ്റെ എണ്ണയാണ്. ക്വാളിറ്റിയുള്ള 3 മീറ്റർ 30 സെൻറ്റിമീറ്റർ. അത് 2 വേരിയൻ്റ് ഇതിലുണ്ട്. അതായത് ചെറുതുണ്ട് വലുതുണ്ട്. അതിൽ ലാസ്റ്റ് ടിപ്പ് നമുക്ക് കാണിച്ചു തരാം. പിന്നെ അതിൽ എന്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് അടുത്തത് റീലിനാണ് നോക്കാനുള്ളത്. അതും നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളതാണ്. 8000 റീലാണ് ഞാൻ വാങ്ങിച്ചത്. 17+1 ബെയറിങ്. ഈ റേഷ്യോ 4.8:1. അത്യാവശ്യം ഓപ്പൺ ആക്കി നോക്കാം എന്തൊക്കെ ഇതിലുള്ളത്. ആദ്യം നമ്മൾ റോഡ് ഒന്ന് ഓപ്പൺ ആക്കാം. ആദ്യത്തെ പീസ് നമുക്ക് എടുക്കാം. 1 2 7 8. ഇതൊരു ചെറുതാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഇതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. സെയിം സാധനം തന്നെയാണ്. ഇതേ സെയിം അളവ് തന്നെ സെയിം സാധനം ഉള്ളൂ. മൊത്തത്തിലുള്ളത് ഇതിൻ്റെ മെയിൻ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതെല്ലാം തൽക്കാലം ഈ സാധനത്തിന് ഇപ്പോൾ നമുക്ക് വേണ്ടത് പടം നോക്കാം. ഗിഫ്റ്റ് കിട്ടിയതല്ലേ. ഇതിൻ്റെ മെയിനായിട്ടുള്ള പാർട്ടുകൾ ഇതൊക്കെ തന്നെയാണ്. ഇത് 2 സാധനമാണ്. നമ്മളെ ഹാൻഡിൽ ബാർ തന്നെ നമ്മളെ കയ്യിൽ. ഇത് ഇവിടെയും ബ്രാൻഡിങ് കൊടുത്തിക്കണം. അതുപോലെ തന്നെ മിന്നൽ ഇതൊക്കെ അടിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞ ഇതിൽ കൊടുക്കുന്നത്. കാർബൺ ഫൈബർ ആണെന്നാണ് ഇതിൽ ഇവർ അവകാശപ്പെടുന്നത്. അടുത്തത് അറ്റാച്ച് ചെയ്യുള്ളതാണ്. ഇവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള സാധനം. ഇത് എന്തിനു കൊടുത്തത്? നീളം കൂട്ടാൻ മാത്രം കൊടുത്തത്. ഇതിൽ ഒരു ഇതുമില്ല, റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ ആയിട്ട് വിട്ടണ്. ലെങ്ത്ത് കൂട്ടാനും വേണ്ടി മാത്രം ചെയ്താണ്. അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് അറ്റാച്ച് ചെയ്യാനുള്ളത് ഈ സാധനമാണ്. ഇത് ഒരു മെക്കാനിക്കൽ സിസ്റ്റമൊക്കെ ഇതിന് കൊടുത്തണ്. നമുക്ക് ഇത്ര വലിയ സാധനം ആയതുകൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ റിസ്ക്കുകളുണ്ടാവും. ഇങ്ങനെ കൊടുത്തണം. ഇത്ര ഒന്ന് ഓപ്പൺ ആക്കാനേ ഉള്ളൂ. അതിൽ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഓക്കെ, അടുത്തും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശമായി. ഇപ്പം 7 പീസും നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അങ്ങനെ നമ്മുടെ റോഡ് പുറത്ത് കൊണ്ടുവന്ന് അളക്കാൻ വെക്കുകയാണ്. അറ്റാച്ച്മെൻ്റൊക്കെ എളുപ്പമാണ്. അത്യാവശ്യം നീളമുണ്ട്. ഹെവി സാധനം കേട്ടോ. ആക്ഷനൊക്കെ നല്ല ആക്ഷനാണ്. അപ്പോൾ ഇനി നമുക്ക് മറ്റേ റീല് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഫിഷിംഗ് റീലാണ്. ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. 8000 ആണ് ഇതിൻ്റെ സ്പൂൾ കപ്പാസിറ്റി. പക്ഷേ ഹെവി സാധനം കേട്ടോ. കടലിൽക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. ഇതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കണേ. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അവരെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഇത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബാഗ് ഉണ്ട്. ഇതിൻ്റെ കൂടെ പാക്ക് ചെയ്ത് തന്ന ഈ ഒരു ബബിൾ ഈ സാധനത്തിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷിംഗ് റീൽ. ഇതിൻ്റെ ഡ്രാഗ് ഇത് കൊടുത്തത്. ഡ്രാഗ് 25 kg ആയിട്ടാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇതിന്മേൽ മെൻഷൻ ചെയ്തണോ അറിയില്ല. ഇയാളൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇടത്തെ കൈ കൊണ്ടാണ് സ്പിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കൈ തന്നെയാണ്. ഈ ഭാഗം പൂർണ്ണമായിട്ടൊന്ന് ടൈറ്റ് ആക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബെയിൽ. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത് ലോക്കായി. ബെയിലോ ലോക്ക് ഇട്ടാൽ മാത്രമേ ഇതൊന്ന് സ്പിൻ ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, ഇതിനിവിടെ ഒരു ആൻറ്റി ലോക്കുണ്ട്. ഈ ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുക, ഇതിൻ്റെ ലോക്ക് മാറും. ഇതിൻ്റെ ഉള്ളിലും കൊടുത്തിട്ടുണ്ട് ബെയറിങ്. 18 ബെയറിങ് ഉണ്ട്. 17+1. ഇതിൻ്റെ ഇതിൻ്റെ ഗിയർ റേഷ്യോ 4.8 ആണ് ഒരു ചിറ്റൽ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലെന്താ നോക്കാം, ഡ്രാഗ് ഫുള്ളായിട്ടൊന്ന് അയച്ചു നോക്കാം. ഓക്കെ, ഇത് പോകുന്നതാണ്. സ്റ്റൈൻലെസ് സ്റ്റീലാണ് ഇത് മുന്നിൽ കൊടുക്കുന്നത്. ഇതിൻ്റെ പൽച്ചക്രാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉൾഭാഗത്ത് കാണാനുള്ളത്. നമുക്കിപ്പോൾ അയക്കാൻ പറ്റിയത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അയക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നെട്ടും ബോൾട്ടൊക്കെ അയക്കണം. ഇതിൻ്റെ ഒന്നും ഇപ്പോൾ ആവശ്യം നമുക്കില്ല. നമുക്കതായിട്ട് ഫിഷിങ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഞാനൊരു തുടക്കക്കാരനാണ്, റീലും റോഡൊക്കെ ഉപയോഗിച്ച് ഫിഷ് ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അറിവില്ലായ്മകളും കുറേ ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് പരിഹരിക്കാം. എന്തായാലും എൻ്റെ സൗണ്ട് ഉഷാറാണ്. സംഗതി സെറ്റായി. നമുക്ക് ലൈന് കയറ്റുന്ന പദ്ധതിയിലേക്ക് കടക്കാം. ഇതിൻ്റെ പിടുത്തം അത്യാവശ്യം നല്ലൊരു പിടുത്തം, നല്ല ഗ്രിപ്പ് ഉള്ള പിടുത്താണ്. അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ സുഖമാണ്. നല്ല സ്മൂത്തി ആയിട്ടുള്ള ഗിയർ റേഷ്യോ ആണ്. അതുകൊണ്ട് അത്യാവശ്യം വൈഡായിട്ട് തന്നെയാണ് ഇത് രണ്ടും നിൽക്കുന്നത്. ഹാൻഡിൽ നല്ല സുഖം കൺട്രോൾ ചെയ്യാൻ. പിന്നെ ഈ ബെയിലും അത്യാവശ്യം വലിയ ബെയിലാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഷേപ്പും അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടുള്ള നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ നമുക്ക് ലൈന് ചുറ്റി വെക്കാം. ലൈന് ചുറ്റാൻ ഞാനിപ്പോൾ ലൈൻ എടുത്തിരിക്കുന്നത് കാസ്റ്റിക്കിങ്ങിൻ്റെ ഒരു 40 LB ലൈനാണ്. ഏകദേശം 500 മീറ്റർ ഉണ്ടായിരുന്നു. അതിൽ ഇനി കുറച്ചും കൂടി ഉണ്ട്. ഞാൻ കുറച്ച് മറ്റൊരു സാധനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അത് നമ്മൾ ചാനൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ കാണാം. ഒരു ഷിമാനയുടെ ഫിഷിംഗ് റീൽ ഞാൻ ഇതേ മുന്നേ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീൽമൊക്കെ ഇത് നമുക്കൊന്ന് കയറ്റി വെക്കാം. ബ്ലൂ കളർ തന്നെ ആയതുകൊണ്ട് വെള്ളത്തിൽ അതൊരു ബുദ്ധിമുട്ടില്ലാതെ നിന്നോളും. അത്യാവശ്യം വലിയ ഇത് സ്പൂളായതുകൊണ്ട് കുറച്ച് ഏരിയ വണ്ടി അത് ചുറ്റിയാവണമെങ്കിൽ 8000 എന്നൊക്കെ പറഞ്ഞാൽ ഹെവി സാധനമാണ്. ഇതിനും ചെറുത് ഞാൻ നോക്കിന്, പക്ഷേ ഇതിനും ചെറുത് ഈ വെബ്സൈറ്റിൽ അപ്പോൾ കണ്ടില്ല. അവിടെ ഉള്ള ഏറ്റവും ചെറുതാണ് ഈ സാധനം. പക്ഷേ നമുക്ക് ഈ കറുപ്പ് ഈ സാധനം കൂടി വെച്ചിട്ട് ഏകദേശം സ്പൂളൊക്കെ ഫുള്ള് ഫില്ലായി തുടങ്ങിയ അവസാന ഘട്ടത്തിലാണ്. അങ്ങനെ നമ്മളിത് ഫുള്ള് ഫില്ലാക്കിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഇതിൽ റോഡും കൂടെ ഒന്ന് ഫുൾ അറ്റാച്ച് ചെയ്തിട്ട് കൂടെ ഒന്ന് വൃത്തിക്കൊന്ന് കണ്ടോ. ആദ്യം നമുക്കിവിടെ ഒരു ലീഡർ ലൈന് അറ്റാച്ച് ചെയ്യാനുള്ളൊരു കെട്ട് ഇവിടെ കെട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലീഡർ ലൈന് ലോറി എല്ലാം കൂടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടു നോക്കാം എന്താണ് ഇതിൻ്റെ റിസൾട്ട്, ആക്ഷൻ എന്നൊക്കെ. ഇത്ര മതി. ഇവിടെ ഒരു കെട്ട് കൂടി കെട്ടിയാൽ തീരുമാനമായി. ഓക്കെ, സെറ്റ്. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങൂല. നമ്മളിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത് 2 ലൂറാണ്. ഒന്ന് ജിഗ്ഗിങ്ങിൻ്റെ ലൂറും ഒന്ന് സാധാ ലൂർ കാസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനൊരു ലീഡർ ലൈൻ വേണം. അതൊരു 30 സെൻറ്റിൻ്റെ ഒരു ലീഡർ ലൈനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലീഡർ ലൈൻ തന്നെയാണ്. ബ്ലാക്ക് കളറാണ്. സിവൽ സ്നാപ്പൊക്കെ അറ്റാച്ചുള്ള ലീഡർ ലൈനാണ്. അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി. ലൈന് നമ്മൾ റോഡിലൂടെ കടത്തിയാണ്ട് ഇനി സിവലും സ്നാപ്പും അറ്റാച്ച് ചെയ്യേണ്ട ഇതിലാണ്. സിവലിൽ കൂടെ ഈ സാധനം കൊണ്ട് ഒന്നുകൂടി ഉൾട്ടാക്കി എടുത്താൽ സംഗതി ലോക്കാവും. ഓക്കെ, സിവൽ ലോക്കായി. അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. ഇനി സ്നാപ്പിൽ നമുക്ക് ലൂറ് അറ്റാച്ച് ചെയ്യാം. ലൂറ് ഈ സാധനം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം.
നല്ല സൗണ്ടും ആക്ഷനുള്ള ലൂറാണ്. ഈ ഭാഗത്ത് അത്യാവശ്യം വലിയ നല്ല വിത്തുള്ള സാധനമാണ്. അപ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടാവും. നമുക്ക് ഇതൊന്നൊക്കെ പിടിച്ച് നോക്കാം മീൻ എത്രത്തോളം മീൻ കിട്ടുന്നുണ്ടോ. ട്രിപ്പിൾ ഹുക്ക് ഉണ്ട് ഇതിന്മേൽ ചെയ്യണം. ഇത് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഓക്കെ, നല്ല അത്യാവശ്യം നല്ല ആക്ഷൻ, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അത്യാവശ്യം ഗ്രാം വെയിറ്റും ഉണ്ട്, ഏകദേശം 10-15 ഗ്രാം തൂക്കമുള്ള ഒരു ലൂറാണ്. അപ്പോൾ ഇതൊക്കെ ഫുള്ളായിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഈ റോഡും റീലിൻ്റെയും അറ്റാച്ച്മെൻറ്റ് ചെയ്തിട്ടുള്ള വിഷ്വൽ. ഓക്കെ,